ഞങ്ങളുടെ നാടിൻ്റെ കഥ വിശദമായി പ്രിയനുമായി സംസാരിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അവസാന നിമിഷമായപ്പോൾ പ്രിയന് അസുഖമായി. യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് തീരുമാനിച്ചിരുന്നതിൻ്റെ തലേ ദിവസമാണ് പ്രിയൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരുന്നത്. അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഒരു 1 ലൈൻ രൂപരേഖ പ്രിയന് പറഞ്ഞു കൊടുത്തു. ഇത് മുഴുവൻ കേട്ടതിന് ശേഷം പ്രിയൻ എന്നോട് പറഞ്ഞു, ഇത് സിനിമയാക്കിയിട്ട് യാതൊരു പ്രയോജനമില്ല, നമുക്ക് നിർത്താം, വേറെ കഥ ആലോചിക്കാം. സിനിമ ഉണ്ടാക്കാൻ വേണ്ടി കുറേ ആളുകൾ എൻ്റെ വാക്ക് വിശ്വസിച്ച് നാളത്തെ ഷൂട്ടിങ്ങിന് വേണ്ടുന്ന അരിയും പച്ചക്കറികളും വരെ വാങ്ങി വെച്ചിരിക്കുകയാണ്. കാര്യം ചെയ്യാം, വേറെ കഥകളൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല, നമുക്കിത് തന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആ സമയത്തായിരുന്നു വീടുണ്ടാക്കിയതും ആ വീട്ടിൽ പ്രവേശിക്കുന്നതുമായിട്ടുള്ള ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ട് കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് രാവിലെ ഒരു 6 മണിക്ക് ഒരു ലോറിയുമായി ഞാൻ സഞ്ചരിച്ച കാറ് കൂട്ടിയിടിച്ച് അതിഗംഭീരമായ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. വീർത്ത് നിൽക്കുന്ന മുഖവും കൈയും കാലും എല്ലാം വേദനയൊക്കെ ആയി ആശുപത്രി ബെഡിൽ കിടക്കുകയാണ്. ഞാനിങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ ആക്സിഡൻ്റായിട്ട് കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൻ്റെ അകത്ത് വിസിറ്റേഴ്സിന് പ്രവേശിക്കാനൊന്ന് പാസിന് 2 രൂപ കൊടുക്കണം. എൻ്റെ ഈ തടിച്ചു വീർത്ത ചുണ്ടുകളൊക്കെ ആയിട്ട് ശരിക്കും ഹനുമാൻ്റെ ഷേപ്പിലുള്ള എന്നെ കാണാൻ വേണ്ടി ഒരു വലിയ കൂട്ടം ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അവിടെ തന്നെ പെട്ടെന്ന് ചില നേതാക്കന്മാരൊക്കെ ഉണ്ടായി. ഒരു നേതാവ് പറയാണ്, കണ്ടവർ മാറിയേക്കൂ, കാണാത്തവർ കാണട്ടെ. എൻ്റെ ജീവിതത്തിൽ ഈ വേദനക്കിടയിലും ഞാൻ ചിരിച്ചുപോയ ഒരു മുഹൂർത്തമാണത്. ഡോക്ടർക്ക് സത്യം മനസ്സിലായി കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ പ്രൈവസിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയാൽ മതി. ഞാൻ ആദ്യം വീട്ടിലേക്ക് പോയി. ഭാഗ്യത്തിന് വേറെ ആൾ മുഖാന്തരമൊന്നും വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് എന്നെ നേരിൽ കണ്ടപ്പോൾ എത്രയാണ് പരിക്ക് പറ്റിയിരിക്കുന്നതെന്ന് എൻ്റെ ഭാര്യയ്ക്കൊക്കെ മനസ്സിലായി. ഭാര്യ ആദ്യം വിചാരിച്ചത് എന്നെ ആരോ തല്ലിയതാണെന്ന്. കാരണം എൻ്റെ കയ്യിലിരിപ്പ് മറ്റുള്ളവരുടെ തല്ല് കിട്ടാൻ സാധ്യതയുള്ളതാണെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു വിചാരമുണ്ട്. അങ്ങനെ കുറേ സമയം ഒക്കെ അവിടെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹോട്ടൽ മുറിയിൽ ചെന്നിരുന്നു. രാത്രി തന്നെ ശരീരത്തിൻ്റെ വേദനയും എല്ലാം വെച്ചുകൊണ്ട് തന്നെ കോമഡി എഴുതാൻ തുടങ്ങി. ഞാൻ 2 ചുണ്ടും ഇങ്ങനെ തടിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ സ്ട്രോ വെച്ചിട്ട് ചില ജ്യൂസുകൾ മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ ഫുൾ പെയിനോട് കൂടി തമാശ എഴുതുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളിലൊന്നാണത്.